മക്കളെ, ഇന്ന് ടീച്ചർ എന്താ കാര്യം പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നതെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഒന്നുമില്ല, എന്തായാലും പഠിപ്പിക്കാനൊന്നും അല്ല കേട്ടോ. ഇന്ന് നമുക്കൊരു കഥ പറയാം. അപ്പൊ ഈ കഥ നടക്കുന്നത് ഒരു പട്ടാള ക്യാമ്പിലാണ്. പട്ടാള ക്യാമ്പിൽ എന്താന്ന് വെച്ചാൽ ഒരുപാട് പട്ടാളക്കാരുണ്ടാവും അറിയാം അല്ലേ. പല തരത്തിലുള്ള നല്ല ഉശിരമായിട്ടുള്ള ഒരുപാട് പട്ടാളക്കാർ ഈ ക്യാമ്പിലുണ്ട്. എന്നാൽ ഈ ക്യാമ്പിൽ തന്നെ ഒരാള് കുറച്ച് പ്രത്യേകതയുള്ള ഒരാളാണ്. ആള് നല്ല തടിയും വലിപ്പം ഒക്കെ ഉള്ള ആളാണെങ്കിൽ മനസ്സ് വളരെ കുഞ്ഞു മനസ്സാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആയുധങ്ങളൊക്കെ ഉള്ള സ്ഥലമാണല്ലോ ഈ പട്ടാള ക്യാമ്പ്. പക്ഷെ മൂപ്പർക്ക് ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് കളിക്കാൻ അത്ര ഒരു വശമില്ല. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പിലെ മറ്റ് പട്ടാളക്കാരൊക്കെ ഇദ്ദേഹത്തെ എന്നും ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇത്രയും തടിയും വലിപ്പം ഒക്കെ ഉണ്ടായിട്ട് നിനക്ക് നന്നായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് എപ്പോഴും ആളുകൾ എന്ത് ചെയ്യും, ഇദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടിരിക്കും. പക്ഷെ പാവമായിട്ടുള്ള ഇയാൾ ഒന്നും തിരിച്ചു പറയേയില്ല. അങ്ങനെ നാളുകളൊക്കെ കടന്നുപോയി കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ആ രാജ്യത്ത് വലിയൊരു യുദ്ധം നടക്കാൻ തുടങ്ങി. അങ്ങനെ യുദ്ധ കാലഘട്ടത്തിൽ ഈ നാട്ടിലെ വീരന്മാരായിട്ടുള്ള എല്ലാ പട്ടാളക്കാരും പോരാടാൻ വേണ്ടി തുടങ്ങി. പക്ഷെ അപ്പുറത്തെ സൈന്യം ഇവരെക്കാൾ കുറച്ചുകൂടെ മുൻപന്തിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ ഒരുപാട് പടയാളികൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. മാത്രമല്ല അതിലേറെ ആളുകൾക്ക് പരിക്കേറ്റുവാനും തുടങ്ങി. ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകളുടെ ഒരു കുറവ് അവിടെ കാര്യമായിട്ട് അനുഭവപ്പെട്ടു. കാരണം എന്താണ്, എത്രയൊക്കെ നല്ല വീരന്മാരാണെങ്കിലും അപ്പുറത്തെ രാജ്യത്തെ ആളുകളുമായിട്ട് ഏറ്റുമുട്ടാൻ ഇവർക്ക് പറ്റുന്നുണ്ടായിട്ടില്ല. അതിലും വലിയ പ്രശ്നം എന്തായെന്ന് വെച്ചാൽ ഈ യുദ്ധഭൂമിയിലുള്ള പരിക്കേറ്റ പടയാളികൾക്ക് തിരിച്ച് ക്യാമ്പിലെത്താൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാവരും പേടിത്തൊണ്ടൻ എന്ന് വിളിച്ച നമ്മുടെ ഈ പറയുന്ന പട്ടാളക്കാരൻ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയത്. ഇദ്ദേഹം എന്നും എന്തു ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ യുദ്ധത്തിന് മുൻപേ തന്നെ ഈ പറയുന്ന പട്ടാള ക്യാമ്പിന്റെ തൊട്ടടുത്ത പരിസരത്തൊക്കെ കറങ്ങുമായിരുന്നു. എന്നിട്ട് യുദ്ധത്തിൽ പരിക്കേറ്റ് കിടക്കുന്ന ആളുകളെ മൊത്തം തിരിച്ച് ക്യാമ്പിലേക്ക് എത്തിക്കും. സ്വന്തം ജീവൻ അത്രത്തോളം ഭീഷണിയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഇദ്ദേഹം ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു. ഈ പറയുന്ന യുദ്ധത്തിൽ പരിക്കേറ്റിരിക്കുന്ന ഒരുപാട് പടയാളികളെ ഇദ്ദേഹം തിരിച്ച് ക്യാമ്പിലേക്ക് കൊണ്ടുവന്ന് ചെന്ന് ആക്കാൻ തുടങ്ങി. അങ്ങനെ ക്രമേണ ഇദ്ദേഹം ഓരോ ദിവസവും രക്ഷിച്ച് ക്യാമ്പിലേക്ക് എത്തിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരാൻ തുടങ്ങി. അവരൊക്കെ പിന്നീട് എന്ത് ചെയ്യാനും തുടങ്ങി, നല്ല രീതിയിൽ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാനും തുടങ്ങി. ഒടുവിൽ ഈ യുദ്ധമൊക്കെ അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ ഈ എല്ലാവരും പേടിത്തൊണ്ടൻ എന്ന് വിളിച്ച പട്ടാളക്കാരൻ രക്ഷിച്ച ആളുകളുടെ എണ്ണം 100-നും മുകളിലായിരുന്നു. എല്ലാവരും പേടിത്തൊണ്ടൻ, നിന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നൊക്കെ കൂകി വിളിച്ച ആളാണ് ഈ 100ഓളം വരുന്ന ആളുകളെ രക്ഷിച്ചത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താണ്? നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ നമ്മളെ പല തരത്തിലും കളിയാക്കാറുണ്ടാവും അല്ലേ. ചിലപ്പോൾ നിങ്ങൾ എഴുതുന്നത് ശരിയായില്ല എന്ന് പറഞ്ഞ് കളിയാക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയിൽ മാർക്ക് കിട്ടിയപ്പോൾ നീ എന്തൊരു മണ്ടനാണെന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടാവും അല്ലേ. ഇങ്ങനെ പലതരത്തിലും നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ കളിയാക്കിയിട്ടുണ്ടാവും. അതിലൊക്കെ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, വേദനയും തോന്നിയിട്ടുണ്ടാവും അല്ലേ. പക്ഷേ നമ്മുടെ ഉള്ളിലും ഒരുപാട് കഴിവുകളുണ്ടല്ലേ. ഈ പറയുന്ന നല്ല തടിമിടുക്കൊക്കെ ഉള്ള ആളെ എല്ലാവരും എന്തു പറഞ്ഞാൽ കളിയാക്കിക്കൊണ്ടിരുന്നത്, നിനക്ക് നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നല്ലേ. പക്ഷേ ഈ പരിക്കേറ്റ് കിടക്കുന്ന ആളുകളെ രക്ഷിക്കാൻ ഒരു ഷൂട്ടർ വിചാരിച്ചാൽ സാധിക്കുമോ? ഇല്ല അല്ലേ. നല്ല ആരോഗ്യമുള്ള ആളുകളെ സഹായിക്കാൻ മനസ്സുള്ള ഒരാൾ അതിന് മുതിർന്നെങ്കിൽ മാത്രമേ ഈ 100ഓളം പേരെ രക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമ്മുടെ ചിലപ്പോൾ ഓരോരുത്തരുടെ ഉള്ളിലുള്ള കഴിവുകൾ വ്യത്യസ്തമായിരിക്കും അല്ലേ. നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ മറ്റൊരാൾ നിങ്ങളെ എന്തിൻ്റെ പേരിലായാലും കളിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല അല്ലേ. നമ്മുടെ ഉള്ളിലും എന്തൊക്കെയോ കഴിവുണ്ട്. ആ കഴിവുകൾ ഉപയോഗിച്ച് നമുക്കും എന്ത് ചെയ്യാം, മുൻപന്തിയിലെത്താം. അങ്ങനെ യുദ്ധമൊക്കെ അവസാനിച്ച് കഴിഞ്ഞപ്പോൾ ഏറ്റവും നല്ല പട്ടാളക്കാരനായിട്ട് ആരെയാണ് രാജ്യം തിരഞ്ഞെടുത്തതെന്നറിയാവോ? ഈ 100ഓളം പേരെ രക്ഷിച്ച പടയാളി അല്ലേ. അതിലെ ഷാർപ്പ് ഷൂട്ടറെയല്ല, ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന ആളെയല്ല അവർ സെലക്ട് ചെയ്ത്. പകരം എന്താണ്, ഏറ്റവും കൂടുതൽ പടയാളികളെ അല്ലേ യുദ്ധമുഖത്ത് നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് കൈപിടിച്ച നമ്മുടെ ഈ ഒരു പട്ടാളക്കാരനെയാണ് അവർ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലോകം അല്ലേ. അപ്പോൾ ചിലപ്പോൾ നമുക്കൊക്കെ ഒരുപാട് തിരിച്ചടികൾ ഉണ്ടാവാം. പക്ഷെ എന്ത് ചെയ്യാം, അവസാനം അല്ലേ നമ്മൾ നമ്മുടെ കഴിവിനെ വിശ്വസിക്കുക, മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.